ആർട്ട് ലവേഴ്സ്, വെൽക്കം ബാക്ക് ടു രാഹുൽസ് ആർട്ട് ഫോളിയോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസ് ഡീക്കോറാണ് എക്സെല്ലിൽ. അതിനായിട്ട് ഞാനിവിടെ 2 എക്സെൽസും കുറേ മെഴുകുതിരികളും പിന്നെ 2 തിരികളും എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉപയോഗം കഴിഞ്ഞ ലെഫ്റ്റ് ഓവേഴ്സ് ആയിട്ടുള്ള ഈ മെഴുകുതിരികളൊക്കെ ഉരുക്കിയെടുക്കുക എന്നുള്ളതാണ്. കൊച്ചുകുട്ടികൾ ഈ പ്രോസസ്സ് മുതിർന്നവരുടെ സഹായത്തോടു കൂടി ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് ഒരു ഉറപ്പുള്ള സ്ഥലത്തിൽ നമ്മുടെ എക്സെൽ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഒരു കുഞ്ഞ് ഈർക്കിൽ കഷ്ണം എടുത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തിരിയുടെ ഒരു അറ്റം കെട്ടിവെക്കുകയും മറ്റേ അറ്റം എക്സെല്ലിനകത്ത് നിക്ഷേപിക്കുകയും ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുകിയ മെഴുക് എക്സെല്ലിലേക്ക് ഒഴിക്കുവാൻ. ഉരുക്കി ഒഴിച്ച മെഴുക് പൂർണ്ണമായും ചൂട് മാറി കട്ടിയായതിനു ശേഷം മാത്രം ആ എക്സെൽ സ്റ്റേബിലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൽ നിന്നും എടുക്കാവുന്നതാണ്. മെഴുക് പൂർണ്ണമായി ഉണങ്ങിയതിനു ശേഷം തിരിയുടെ മുകൾ ഭാഗം കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത്രയും സ്റ്റെപ്സ് പൂർണ്ണമാക്കിയതിനു ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സെൽസ് സസൂക്ഷ്മം പൊളിച്ചു കളഞ്ഞ് ഒരു കാൻഡിലായി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പല നിറങ്ങളിലുള്ള പാറ്റേൺസോ ഡിസൈൻസോ ഉപയോഗിച്ച് ഈ ക്രാഫ്റ്റിനെ കളർഫുൾ ആക്കാവുന്നതാണ്. സാധാരണയായി എസ്തെറ്റിക് പെയിൻറ്റിങ്സ് ആൻഡ് ക്രാഫ്റ്റിൽ ഉപയോഗിച്ച് വരുന്ന ബൊഹോ ആർട്ട് അഥവാ ബൊഹീമിയൻ ആർട്ടാണ് ഞാനിതിലും ട്രൈ ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ ഉപയോഗിക്കുന്ന നിറങ്ങൾ പേസ്റ്റൽ ആക്രിലിക് കളേഴ്സായ ലാവൻഡർ പർപ്പിൾ, മിന്റ് ഗ്രീൻ ആൻഡ് സോഫ്റ്റ് പീച്ച് എന്ന നിറങ്ങളാണ്. അടുത്തതായി സ്റ്റാർ വരയ്ക്കാൻ ഞാൻ ഗോൾഡ് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ബൊഹീമിയൻ ആർട്ടിൻ്റെ പ്രത്യേകതകളാണ് വൈബ്രൻ്റ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള കളേഴ്സും പലതരത്തിലുള്ള പാറ്റേൺസും. നമ്മുടെ ഈ ക്രാഫ്റ്റ് ക്രിസ്മസ് തീം ആയതിനാൽ സാന്റാക്ലോസിനെയും ക്രിസ്മസ് ട്രീയുടെയും ഡിസൈൻസ് ഉൾപ്പെടുത്തിയിരുന്നു. ഡിസൈൻസ് വരച്ച് പൂർത്തിയാക്കുവാൻ ബ്ലാക്ക് ആക്രിലിക് കളേഴ്സാണ് ഞാനിവിടെ ഉപയോഗിച്ചത്. എക്സെല്ലിൽ വാട്ടർ കളേഴ്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ക്രിസ്മസ് ഡീക്കോർ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എക്സെല്ലിലുള്ള കാൻഡിൽ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാൻഡിൽ കത്തിക്കുമ്പോൾ എക്സെല്ലിൽ തീ കൊള്ളാത്ത രീതിയിൽ വേണം കാൻഡിലിനെ പ്ലേസ് ചെയ്യുവാൻ. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.
നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് മേരി ക്രിസ്മസ്.